എൻ്റെ പേര് നിഷ ഷൈബി. ഞാൻ കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 15/9/2022 ആദ്യമായി കൃപാസനത്തിൽ എത്തുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അതിനുശേഷം തുടർച്ചയായി എല്ലാ മാസങ്ങളിലും എനിക്ക് കൃപാസനത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ഉടമ്പടികൾ പുതുക്കാനും സാധിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് ജൂൺ മാസത്തിൽ ഒരു അസുഖത്തെ തുടർന്ന് എനിക്ക് 4 മാസത്തോളം കൃപാസനത്തിൽ എത്താൻ സാധിച്ചില്ല. അതിനുശേഷം ബാക്കി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. ഭർത്താവിന് ഒരസുഖത്തെ തുടർന്ന് അത്ഭുതമായി കിട്ടിയ രോഗശാന്തിയെക്കുറിച്ച് സാക്ഷ്യം നൽകാനായിട്ടാണ് ഞാൻ ഭർത്താവിനെയും കൂട്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ജൂൺ മാസം 4-ാം തീയതി ഭർത്താവിന് പനിയാണ് ആരംഭിച്ചത്. ഞങ്ങൾ പാലായിലുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പം അവർ ഡെങ്കിപ്പനി ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് സാധാ മെഡിസിൻ തന്ന് വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്ന് ഞങ്ങൾ മെഡിസിൻ കഴിക്കും, ശകലം നേരത്തേക്ക് കുറയും, പിന്നെയും അത് കൂടി വരുമായിരുന്നു. വീണ്ടും ഞങ്ങൾ ചെന്നപ്പം വീണ്ടും അവർ അതേ മെഡിസിൻ തന്നെ തന്ന് വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്നപ്പം ആളുടെ സ്റ്റേജ് മാറാൻ തുടങ്ങി. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, വെള്ളം കുടിക്കുമ്പോൾ പോലും ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയിലായി. യൂറിൻ പോകാതെ വന്നിട്ട് വയറ് വീർക്കുന്ന ഒരു കണ്ടീഷനിലെത്തി. രാത്രിയിലൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ കൃപാസന തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ചങ്കിലും വയറ്റിലും ഒക്കെ തേച്ചു. അതിനുശേഷം ആൾക്ക് ശകലം നേരം ഉറങ്ങാൻ സാധിച്ചു. അപ്പം ഭർത്താവും പറഞ്ഞു, മാതാവേ ഇത് കുറച്ച് തരുവാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പം പനി വീണ്ടും കൂടി. ഞങ്ങൾ കാരിത്താസ് ആശുപത്രി ചെന്നു. അവർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ആളെ കണ്ടപ്പോഴേ അവർ പറഞ്ഞു ഇത് ഡെങ്കിപ്പനിയല്ല, എലിപ്പനിയായിരുന്നു. എലിപ്പനി വല്ലാതെ കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലായി. 98% ആന്തരികവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചായിരുന്നു. 2% മാത്രമേ പ്രവർത്തനം ഉള്ളായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ പുറത്തിരുന്ന ആ സമയത്ത് മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആൾക്ക് യൂറിനും പോകാതെ വയറ് വീർത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പം ICUയിൽ കയറുന്ന സമയത്ത്, നമ്മളെ കാണിക്കുന്ന സമയത്ത്, ഞാൻ ICUയിൽ കയറുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ആശ്വാസം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു പെങ്ങൾ സിസ്റ്ററായിരുന്നു. ചേച്ചിക്ക് കട്ടപ്പന അറിഞ്ഞിട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം. ചേച്ചി സർക്കാരിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇവിടെ ഹസ്ബൻഡിന് ICUയിൽ ഒരു സിസ്റ്ററിനെ നോക്കാനായിട്ട് മാതാവ് പറഞ്ഞു വിടുകയാണ്. ആ സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു, ഷൈബിയുടെ ബൈസ്റ്റാൻഡറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ കാണാനാണ് വിളിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ കയറാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ചേച്ചിയുടെ കൃപാസന തൈലമുണ്ട്, അതൊന്ന് തരുമോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർക്ക് ഞാനത് കൊടുത്തു. സിസ്റ്റർ ICUയിൽ ചേട്ടായിയുടെ മേത്ത് ഇത് പരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ചേട്ടായിക്ക് ഇത് ക്രിയാറ്റിൻ ലെവലൊക്കെ കുറയാൻ തുടങ്ങി. 4 ഡയാലിസിസ് 6 പറഞ്ഞിരുന്നു. ICU വെച്ച് 4 നടന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് കൂടുതൽ റൂമിലോട്ട് മാറുമ്പം നടത്തരുതേന്ന് പറഞ്ഞു. ICUയിൽ നിന്ന് ഇറങ്ങി റൂമിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നില്ല. ഭക്ഷണം കഴിക്കത്തില്ല. 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു. പെട്ടെന്ന് 22 കിലോയോളം വെയിറ്റ് താഴോട്ട് പോയി. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. ഭക്ഷണത്തിന് ഡയറ്റ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് മാത്രം കൊടുക്കാൻ പറഞ്ഞു. ഫ്രൂട്ട്സ് അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കൊടുത്തു. ഫ്രൂട്ട്സ് കൊടുത്തപ്പോഴത്തേക്കും പൊട്ടാസ്യം കൂടാൻ തുടങ്ങി. അപ്പോൾ ഫ്രൂട്ട്സ് നിർത്തി. അപ്പോൾ വെള്ളം മാത്രമായിട്ടാണ് പിന്നീട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം വിശപ്പുണ്ടാകാനായിട്ട് ഒരു പൊടി തന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് വെള്ളത്തിലോ തേനിലോ ചേർത്ത് കൊടുക്കുക എന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിൻ്റെ കൃപാസന തേൻ ഉപയോഗിച്ച് കൊടുത്തു. അത് കഴിക്കാൻ തുടങ്ങിയോടെ ഭർത്താവിന് വിശപ്പുണ്ടാകാൻ തുടങ്ങി. പതിയെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചു. 1 വർഷത്തോളം എടുക്കും റിക്കവറായി വരാൻ എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. അത്ഭുതമെന്ന് പറയട്ടെ, 1 മാസം കഴിഞ്ഞ് നെഫ്രോയുടെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രതീക്ഷിക്കാത്ത ഇമ്പ്രൂവ്മെൻ്റാണ്, ഇനിയും നിങ്ങൾ മെഡിസിനായിട്ട് ഡോക്ടറെ കാണാനായിട്ട് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ 3 മാസം കൂടുമ്പം ഫിസിഷ്യൻ്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. പ്രാർത്ഥിച്ചു, മാതാവേ ഇനിത്തെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഇനിയും മെഡിസിനൊന്നും ഉപയോഗിക്കാൻ ചെക്കപ്പിന് ചെല്ലാനായിട്ടുള്ള ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കുറയുവാണെങ്കിൽ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം നൽകാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒക്ടോബർ മാസത്തിലെ ജപമാല കൂടി അടുത്ത മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ചെക്കപ്പിനായിട്ട് വരണ്ട, എന്തേലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്ന അനുഗ്രഹത്തിന് ദേവമാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെയുള്ളത് ഞങ്ങളുടെ വാർഡിലെ ഒരു കുടിവെള്ള പദ്ധതിയായിരുന്നു. 35 വർഷമായിട്ട് ഞങ്ങളുടെ വാർഡിൽ കിട്ടാതിരുന്ന
ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ കിണർ പണി പൂർത്തീകരിച്ച് വെള്ളം കണ്ടെത്താൻ സാധിച്ചു. ഈ ആറിൻ്റെ തീരമായതുകൊണ്ട് ഇറിഗേഷൻ്റെ പേപ്പറുകളായിരുന്നു വേണ്ടത്. ഞങ്ങൾ ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും അവർ പറയും പേപ്പറുകൾ അയച്ചിട്ടുണ്ടെന്ന് പറയും. നമ്മൾ വിശ്വസിച്ച് തിരിച്ചു പോരും. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഓഫീസിൽ തന്നെ ആ പേപ്പറുകൾ ഇരിക്കും, മാറില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. തിരിച്ച് ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വിളി വന്നു, പേപ്പറുകൾ തിരിച്ച് നിങ്ങളുടെ ബ്ലോക്കിൽ തന്നെ വന്നിട്ടുണ്ട്, അത് പണി തുടങ്ങാമെന്ന്. അപ്പോൾ പണിയാൻ ചെന്ന സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം പണിയാൻ നോക്കിയപ്പോൾ പാറയാണെന്നും പറഞ്ഞ് അവർ നിർത്തിയിട്ട് പോയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു ഇവിടെ കുത്താൻ പറ്റത്തില്ല, പാറയായതുകൊണ്ട് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ കിണറിൻ്റെ സ്ഥാനം ഇവിടെയാണ് കണ്ടിരിക്കുന്നത്, പാറയാണേലും വേണ്ടിയില്ല, ഞാനിവിടെ തന്നെ കുഴിക്കുവാണ്. ഞാനപ്പം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഉപ്പ് വിതറിയതിന് ശേഷം അവിടെ പണി ആരംഭിച്ചു. പറഞ്ഞ പോലെ തന്നെ ശകലം മണ്ണേ ഉള്ളായിരുന്നു. മാറ്റിക്കഴിഞ്ഞപ്പോൾ പാറയായിരുന്നു. പാറ പൊട്ടിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, സാധാരണ പാറ പൊട്ടിക്കുമ്പോൾ സ്റ്റേയ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതൊന്നും സംഭവിച്ചില്ല. എനിക്ക് കാര്യമായിട്ട് തന്നെ ആ കിണർ പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. 30 വർഷമായിട്ട് നടക്കാതിരുന്ന കിണർ പദ്ധതിയാണ് ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത 1 മാസത്തിന് ശേഷം എനിക്ക് നടത്താൻ സാധിച്ചത്. കിണർ പണി തുടങ്ങി 1 മാസം കൊണ്ട് ഞാൻ ആ കിണർ പണി പൂർത്തീകരിച്ച് ഇപ്പം നിറച്ചും വെള്ളമായിട്ട് ഇരിക്കുന്നു. ഞങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഒരു വഴിക്കേസ് ഉണ്ടായിരുന്നു. ആ വഴിക്കേസ് മുഖേന നമുക്ക് ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വണ്ടി ഇറക്കാൻ സാധിക്കില്ലായിരുന്നു. ഞങ്ങൾ നടത്തിയാണ് ഹസ്ബൻഡിനെ വീട്ടിലിട്ട് കൊണ്ടുവന്നത്. ഞാനത് ജപമാല റാലിയിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ അതിൻ്റെ ഒരു തീരുമാനമാക്കി തരണമെന്ന്. ജപമാല റാലി കഴിഞ്ഞു. ഞങ്ങൾക്ക് അത് അനുകൂലമായ വിധി വന്നു. വഴി നന്നാക്കാനും വണ്ടി വീട്ടിലിറക്കാനുമായിട്ടുള്ള വിധി വന്നു. ആ കേസും 1 മാസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവമാതാവിനും നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ നേരത്തെ ഞാൻ ബൈബിൾ വായനയോ കുടുംബ പ്രാർത്ഥനകളൊക്കെ മുടങ്ങി പോകുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുടുംബ പ്രാർത്ഥനകളൊന്നും മുടങ്ങാറില്ല. ബൈബിൾ വായിക്കാൻ സാധിച്ചു, കുർബാനകളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു, പാവങ്ങളെയൊക്കെ ശുശ്രൂഷിക്കാൻ, അവരെയൊക്കെ കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അനേകായിരം അനുഭവങ്ങൾ, ചെറുതായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചു കെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. തൻ്റെ ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യമാണ് നിഷ ഷൈബി ഇവിടെ പങ്കുവച്ചത്. എന്തായിരുന്നു രോഗമെന്നും എത്രമാത്രമാണ് അത് ആന്തരിക അവയവങ്ങളെ ബാധിച്ചിരുന്നത്, ഡോക്ടേഴ്സ് പറഞ്ഞ അഭിപ്രായമൊക്കെ എന്താണ്, ഇതൊക്കെ വ്യക്തമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ലോസൊക്കെ എത്രമാത്രമായി. ഡോക്ടേഴ്സ് 1 വർഷമൊക്കെ കൊണ്ടേ ഇത് കംപ്ലീറ്റ് ഒന്ന് ക്യൂർ ആകുകയുള്ളൂ. അതുപോലെ ഡയാലിസിസ് എത്രണ്ണം പറഞ്ഞു, എത്രണ്ണമാണ് ഇവരെടുത്തത്, എത്രമാത്രമേ ഇവർക്ക് എടുക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ എല്ലാറ്റിലും നാം കാണുന്നത് സമയ ചുരുക്കമാണ്. ഓരോന്നും പറയുമ്പോൾ അവിടെയൊക്കെ എത്രമാത്രം സിവിയറായിരുന്ന ഒരു കാര്യം ഭാരലഘുത്വത്തിലേക്ക് വരുന്നു. അതായത് വലിയ ഒരു ഭാരം തന്നെയാണ്. തൻ്റെ ഹസ്ബൻഡിന് അസുഖമാണ്, അതുപോലെ ഡയാലിസിസിലേക്ക് പോകുന്നു. ആന്തരിക അവയവങ്ങളൊക്കെ 98% വർക്കല്ല, അതായത് അത് വർക്കിംഗ് കണ്ടീഷനല്ല, 2% ഉള്ളൂ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് ഒരു വലിയ ഹൃദയഭാരം തന്നെയാണ്. ഈ ഭാരമാണ് പിന്നീട് അമ്മ ഇടപെടുമ്പോൾ അതെങ്ങനെയാണ് അമ്മ ഇടപെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എല്ലാം വളരെ വ്യക്തമാണ് സാക്ഷ്യത്തിൽ. അങ്ങനെ നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ ഹസ്ബൻഡ് എത്ര പെട്ടെന്നാണ് റിക്കവറിയിലേക്ക് വന്നതെന്നും ഇന്ന് ഇവിടെ വന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ 30 വർഷമായ ഒരു പൊതു കിണറിൻ്റെ കാര്യം, 30 വർഷമായിട്ട് ഇവരുടെ വാർഡിൽ കുടിവെള്ളത്തിനുള്ള കിണറില്ല. കിണർ കുഴിക്കുന്നു, പക്ഷേ വെള്ളം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള പേപ്പർ വർക്കുകൾ പിന്നീട് മുമ്പോട്ട് നീങ്ങുന്നില്ല. അതാണ് 1 മാസം കൊണ്ട് പിന്നീട് നടന്നു കിട്ടുക. അതുപോലെ ഒരു വഴി പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാറ്റിലും നമുക്ക് കാണാൻ കഴിയുക പരിശുദ്ധ അമ്മയുടെ സ്പീഡപ്പാണ്. അതായത് ഉടമ്പടി എങ്ങനെയാണ് കാര്യങ്ങളെ പെട്ടെന്ന് സ്പീഡപ്പാക്കുക.
പരിശുദ്ധ അമ്മയുടെ ജീവിതവും തിടുക്കത്തിൽ ഈശോയെ അതായത് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം പറഞ്ഞത് തിടുക്കത്തിൽ തന്നെ. അമ്മ പിന്നീട് ഇതങ്ങനെ ആയിരിക്കുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. അത് പെട്ടെന്ന് തന്നെ വരുന്നതാണ്, ആലോചിച്ച് തീരുമാനിച്ചിട്ടൊന്നുമല്ല. അതായത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ മറിയം എങ്ങനെയാണ് തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ട് സ്പീഡപ്പ് ആക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് മറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്കും ലഭിക്കുന്നത്. ഇന്ന് രക്ഷകൻ്റെ ദൈവമാതാവിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ സാന്നിധ്യവും അമ്മ നമുക്ക് നൽകുന്ന കരുതലും അതൊക്കെ ഓരോ കുടുംബങ്ങളിലൂടെയും പ്രഘോഷിക്കപ്പെടുമ്പോൾ നമുക്കും സന്തോഷിക്കാം, കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.